യുകെയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിസ ഇമിഗ്രേഷൻ നിയമങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്നത്. എന്നാൽ എപ്പോൾ മുതൽ സ്റ്റാർട്ടാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ഈ സെപ്റ്റംബറിൽ തന്നെ ഇതേക്കുറിച്ചുള്ള പൂർണ്ണമായ ഇൻഫർമേഷൻ ഗവൺമെന്റ് പുറത്തുവിടുമെന്നും അടുത്ത വർഷം ആദ്യമാകുമ്പോഴേക്കും തന്നെ പ്രധാന ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പാക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ഗവൺമെന്റ് നൽകുന്നത്. അതേക്കുറിച്ചുള്ള പ്രധാന ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലീഗൽ മൈഗ്രേഷനും ഇല്ലീഗൽ മൈഗ്രേഷനും ഇപ്പോൾ കുറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ കൂടുതൽ കർശന നിയമങ്ങൾ വേണമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ 1 മില്യണോളമായ നെറ്റ് മൈഗ്രേഷനാണ് ഇപ്പോൾ 4,31,000 കുറഞ്ഞത്. അതുകൊണ്ട് തന്നെ വീണ്ടും കർശന നിയമങ്ങൾ നടപ്പാക്കി യുകെയിലെ നെറ്റ് മൈഗ്രേഷൻ വീണ്ടും കുറയ്ക്കണമോ എന്ന ചോദ്യം പ്രധാനമായും ഉണ്ടായി. കർശന നിയമങ്ങൾ നടപ്പാക്കിയാൽ മൈഗ്രേഷൻ വീണ്ടും കുത്തനെ കുറയും. അത് രാജ്യത്തിന്റെ എക്കണോമിക്ക് ഒട്ടും പ്രയോജനകരമാകില്ല എന്ന അഭിപ്രായവും പ്രധാന ബിസിനസ് ലീഡേഴ്സ് നൽകുന്നു. യുകെയിലെ വിസ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇതിനു മുൻപുണ്ടായിരുന്ന രീതിയിലായിരിക്കില്ല ഇനി ഉണ്ടാകുന്നതെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളായിരിക്കും ലേബർ ഗവൺമെന്റ് നടപ്പാക്കുക എന്ന പ്രസ്താവന ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതും. വ്യത്യസ്ത ലീഡേഴ്സുമായി വിദഗ്ധരുമായുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇമിഗ്രേഷൻ നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരിക. ലീഗൽ മൈഗ്രേഷന് പുറമെ ഇല്ലീഗൽ മൈഗ്രേഷനും വളരെ കർശനമാക്കുന്ന രീതിയിലോട്ടാണ് നിയമങ്ങളെല്ലാം മാറുന്നതും. അതുകൊണ്ട് തന്നെ യുകെയിലോട്ട് അനധികൃതമായി എത്തുന്നവർക്ക് ഒരു രീതിയിലും രാജ്യത്ത് തുടരാൻ കഴിയാത്ത രീതിയിലോട്ട് നിയമങ്ങൾ മാറുന്നു. ഇപ്പോൾ തന്നെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇമിഗ്രേഷൻ ലോ ബ്രേക്ക് ചെയ്തവരാണെങ്കിൽ യുകെയിൽ PR-ഉം സിറ്റിസൺഷിപ്പും ലഭിക്കാത്ത നിയമങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ അവർക്ക് യുകെയിൽ സ്ഥിരമായി നിൽക്കാനുള്ള സാധ്യതകളും ഉണ്ടാകില്ല. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ മെൽബണിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മെൽബൺ. ഇപ്പോൾ ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു പ്രധാന സിറ്റി കൂടിയാണ് വിക്ടോറിയയുടെ ക്യാപിറ്റലായ മെൽബൺ. ഓസ്ട്രേലിയയുടെ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്യാപിറ്റൽ കൂടിയാണ് മെൽബൺ. യുകെയിലെ വിവിധ വിസ കാറ്റഗറികളിലോട്ട് വലിയ തട്ടിപ്പുകൾ നടന്നു എന്ന റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വലിയ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും യുകെയിലോട്ട് എത്തിയ കേരളീസിന്റെ കാര്യത്തിൽ പുതിയ അന്വേഷണങ്ങൾക്കും തുടക്കമിട്ടിരിക്കുന്നു. യുകെയിലെ വിസ സിസ്റ്റം അബ്യൂസ് ചെയ്യുകയും അത് ചൂഷണം ചെയ്തുകൊണ്ട് സെറ്റിൽമെന്റ് ഓപ്ഷന് വേണ്ടി 10,000-കണക്കിന് പേർ യുകെയിലോട്ട് എത്തി എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ അന്വേഷണങ്ങൾക്കും ഗവൺമെന്റ് തുടക്കമിട്ടിരിക്കുന്നത്. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളാണ് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ കുറയ്ക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന സമീപനങ്ങളിലോട്ട് തന്നെയാണ് ഏറ്റവും പുതിയ പ്രസ്താവനകളിലൂടെ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ നൽകിയിരിക്കുന്നതും. യുകെയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മൈഗ്രേഷൻ നിയമങ്ങളെല്ലാം മുൻ ഗവൺമെന്റ് നടപ്പാക്കിയ കുത്തഴിഞ്ഞ നിയമങ്ങളാണെന്നും അത് മുഴുവനായി മാറ്റി എഴുതുകയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പ്രസ്താവനയും ഗവൺമെന്റ് നൽകുന്നു. മൈഗ്രേഷന്റെ കാര്യത്തിൽ മാത്രമല്ല രാജ്യത്തെ പബ്ലിക് സെക്ടർ മേഖലകളിലെല്ലാം വലിയ അഴിച്ചുപണികൾക്ക് തന്നെയാണ് തുടക്കമായിരിക്കുന്നതും. രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാന ക്രൈസിസ് ആണ് വീടുകൾ ആവശ്യത്തിന് ലഭ്യമല്ല എന്നുള്ളത്. അടുത്ത 5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ 1.5 മില്യൺ വീടുകൾ നിർമ്മിക്കാനുള്ള പ്ലാനുകൾക്കും ഗവൺമെന്റ് തുടക്കമിട്ടിരിക്കുന്നു. യുകെയിലെ PR-ന്റെ കാര്യത്തിൽ മാത്രമല്ല സിറ്റിസൺഷിപ്പ് നിയമങ്ങളിലും മാറ്റങ്ങൾ വരുമെന്ന സൂചന ഗവൺമെന്റ് നൽകുന്നു. യുകെയിൽ PR ലഭിക്കുന്നതിന് പ്രധാനമായ ക്രൈറ്റീരിയ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ആയിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ പോയിന്റുകൾ നേടുന്നവർക്ക് നേരത്തെ PR ലഭിക്കാനുള്ള സാധ്യതയും പുതിയ നിയമങ്ങളിലൂടെ ഗവൺമെന്റ് കൊണ്ടുവരുന്നു. എല്ലാവർക്കും ഒരു ഫിക്സഡ് സമയം കഴിയുമ്പോൾ PR നൽകുക അതല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് നൽകുക എന്ന രീതി മാറി അത് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് കൂടുതൽ പോയിന്റുകൾ നേടുന്നവർക്ക് അവരുടെ ജോബ് സ്റ്റാറ്റസ്, സാലറി ത്രഷോൾഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇതിനെല്ലാം അടിസ്ഥാനമാക്കിയായിരിക്കും അവർക്ക് നേരത്തെ PR നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അത്തരമൊരു പുതിയ രീതിയാണ് രാജ്യത്ത് നടപ്പാക്കാനൊരുങ്ങുന്നത്. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ച അതേ മാതൃകയിലുള്ള പ്ലാനുകളായിരിക്കും യുകെയിലും കൊണ്ടുവരിക. വിസ ഇമിഗ്രേഷൻ സിസ്റ്റങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പോൾ യുകെയിൽ നിലനിൽക്കുന്ന പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഹൈസ്കിൽഡ് മൈഗ്രൻസിന് കൂടുതൽ പോയിന്റുകൾ ലഭിച്ച് എളുപ്പത്തിൽ വരാൻ കഴിയുന്ന രീതിയായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പല ജോബ് കാറ്റഗറികളും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ജോലിക്കാരെ ആവശ്യമുള്ള മേഖലകളിലോട്ട് താൽക്കാലികമായി ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷോർട്ടേജ് മാറുന്ന സമയത്ത് അത് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയായിരിക്കും ഇനി നടപ്പാക്കുക. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തതിനു ശേഷം നിരവധി ക്വസ്റ്റ്യൻസ് ആണ് ഗവൺമെന്റിനോട് ഉണ്ടായത്. ഏറ്റവും പ്രധാനമായുള്ളത് യുകെയിൽ ഓൾറെഡി വന്നിട്ടുള്ളവർക്ക് നിയമങ്ങൾ ബാധകമാകുമോ എന്നതായിരുന്നു. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അത്തരമൊരു കാര്യം സൂചിപ്പിക്കാത്തത് കൊണ്ട് തന്നെ യുകെയിലുള്ളവർക്കും ബാധകമാകുന്ന രീതിയിലായിരിക്കും നിയമങ്ങൾ നടപ്പാക്കുക എന്ന സൂചന മാത്രമേ ഗവൺമെന്റ് നൽകിയിട്ടുള്ളൂ. എന്നാൽ അതേക്കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ സെപ്റ്റംബറോടുകൂടി തന്നെ പബ്ലിഷ് ചെയ്യുമെന്ന സൂചനയും ഇപ്പോൾ നൽകിയിരിക്കുന്നു. അതിനുശേഷം ഏത് ഡേറ്റ് മുതലായിരിക്കും ഏതൊക്കെ നിയമങ്ങളായിരിക്കും നടപ്പാക്കുക എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ പ്ലാനുകളും ഗവൺമെന്റ് തയ്യാറാക്കുന്നു. യുകെയിൽ വന്നിട്ടുള്ള കെയർ വർക്കേഴ്സിന് 3 തരത്തിലുള്ള അബ്യൂസുകളാണ് പ്രധാനമായും നേരിടേണ്ടി വന്നത്. ഒന്ന്, മിനിമം സാലറി അവർക്ക് ലഭിച്ചില്ല. രണ്ടാമതായുള്ളത് എംപ്ലോയീസ് റൈറ്റുകളൊന്നും അവർക്ക് ലഭിച്ചില്ല. സിക്ക് ലീവ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അതുകൂടാതെ ഓരോ ജോലി സ്ഥലത്തും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന തൊഴിൽ നിയമങ്ങളുടെ ലംഘനമാണ് പല കെയർ ഹോമുകളിലും ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളും കണ്ടെത്തലുകളും ഉണ്ടായി. മൂന്നാമതായി കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള പല അബ്യൂസുകളും കെയർ വർക്കേഴ്സ് നേരിടേണ്ടി വന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജ്യവ്യാപകമായി കെയർ ഹോമുകൾ നടത്തിയ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് വിശദമായ അന്വേഷണം ഗവൺമെന്റ് ആരംഭിച്ചതും. ധാരാളം പരാതികളാണ് ഈ അടുത്ത കാലത്ത് ഏജൻസികൾക്കെതിരെയും കെയർ ഹോമുകൾക്കെതിരെയും ഉണ്ടായത്. നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെടേണ്ട സാഹചര്യമുണ്ടായി, അവരെ പിരിച്ചുവിട്ടു എന്ന റിപ്പോർട്ടുകളും വന്നു. അതിനെതിരെ പലരും കോടതിയിൽ സമീപിച്ചപ്പോൾ ജോലി തിരികെ ലഭിച്ച സാഹചര്യങ്ങളും ഉണ്ടായെങ്കിലും വലിയ അബ്യൂസുകളാണ് ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സിനോട് നടത്തിയത് എന്ന കണ്ടെത്തലുകളാണ് കുറെ കാലമായി ഉണ്ടായതും. യുകെയിൽ ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഇത്തരം കർശന നിയമങ്ങൾക്ക് പ്രധാന കാരണം പല ഏജൻസികളും മനുഷ്യക്കടത്തിന് സമാനമായ രീതിയിൽ വിസ നിയമങ്ങൾ മിസ്യൂസ് ചെയ്ത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ നടത്തി എന്ന കണ്ടെത്തലിന് ശേഷമാണ്. യുകെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ പല ഇളവുകളും ഉണ്ടാകുമെന്ന സൂചനകൾ മുൻപുണ്ടായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കർശന നിയമങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലോട്ടാണ് ഗവൺമെന്റ് പോയത്. അതിന് പ്രധാന കാരണം കുടിയേറ്റം രാജ്യത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ജനവികാരം കുടിയേറ്റത്തിനെതിരായി മാറുകയും ചെയ്തു. ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ നടപ്പാക്കിയതുപോലെ തന്നെ കർശന നിയമങ്ങൾ കൊണ്ടുവരിക എന്ന തീരുമാനത്തിലോട്ട് ഗവൺമെന്റ് എത്തുകയായിരുന്നു. മറ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യ രാജ്യത്തുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധികളും വീടുകൾ ആവശ്യത്തിന് ലഭ്യമല്ലാതെ വന്നു. അതോടൊപ്പം തന്നെ പബ്ലിക് സർവീസുകളെല്ലാം ഡിലേ ആകുന്ന സാഹചര്യങ്ങളുണ്ടായി. സ്കൂളുകളിലും NHS ഹോസ്പിറ്റലുകളിലും മറ്റ് ഗവൺമെന്റ് സർവീസുകളുമെല്ലാം മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തിരക്കുള്ളതായി മാറി. ഇതുമാത്രമല്ല, യുകെയിലോട്ട് എത്തിയ വലിയൊരു വിഭാഗവും യുകെയിലെ ബെനിഫിറ്റുകൾ ക്ലെയിം ചെയ്യാനും ആരംഭിച്ചു. ലീഗൽ മൈഗ്രേഷൻ ഒരു വശത്ത് കൂടിയപ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷനിലും വലിയ വർധനവുണ്ടായി. ഇംഗ്ലീഷ് ചാനൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ ധാരാളം പേർ യുകെയിലോട്ട് അനധികൃതമായി എത്തി. അവർ യുകെയിൽ വന്ന് എത്രയും വേഗം തന്നെ PR നേടുക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇത് ഗവൺമെന്റിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് നൽകിയതും. ഇപ്പോൾ ഗവൺമെന്റ് നടത്തുന്ന കെയർ വിസയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത് നിരവധി ഏജന്റുമാരിലോട്ടാണ്, ഇടനിലക്കാരിലോട്ടാണ്. ഇത്തരം വലിയൊരു കള്ളപ്പണ ഇടപാടുകളുമാണ് ഈ ഒരു കെയർ വിസ റിക്രൂട്ട്മെന്റിലൂടെ ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നു. അതേക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ധാരാളം പേർ മിസ്യൂസ് ചെയ്യപ്പെടുകയും പ്രത്യേകിച്ചും സോഷ്യൽ കെയർ മേഖലയിൽ ജോലിക്കെത്തിയ നിരവധി പേർ ആവശ്യത്തിന് അവേഴ്സ് ജോലി ചെയ്യാൻ കഴിയാതെ ജോലിയില്ലാതെ കഴിയുന്ന സാഹചര്യങ്ങളും വന്നു. ഈ സമയത്ത് വീണ്ടും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റുകൾ നടത്താനായി കമ്പനികൾ മുന്നോട്ട് വന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുകെയിലോട്ടുള്ള ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് വേണ്ട എന്ന തീരുമാനത്തിലോട്ട് ഗവൺമെന്റ് എത്തിയതും. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്യാനായി കമ്പനികൾക്കാകില്ല. യുകെയിൽ ജോലിയില്ലാതെ ആയിരക്കണക്കിന് പേർ കഴിയുമ്പോൾ അവർക്ക് ജോലി നൽകാൻ ആദ്യം തയ്യാറാവുക എന്ന നിർദ്ദേശം ഗവൺമെന്റ് നൽകി കഴിഞ്ഞു. ഇപ്പോൾ പ്രധാന കെയർ ഹോമുകളിലൊന്നും വേക്കൻസികൾ കാര്യമായില്ല. വേക്കൻസികൾ ഉണ്ടെങ്കിൽ പ്രാദേശികമായി തന്നെ ആ ജോലി ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയാണ് കെയർ ഹോമുകളും മറ്റ് സോഷ്യൽ കെയർ മേഖലയും എല്ലാം ഇപ്പോൾ തയ്യാറാകുന്നത്. NHSന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ധാരാളം പേരാണ് പല രാജ്യങ്ങളിൽ നിന്ന് യുകെയിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ലഭിച്ച നഴ്സുമാർക്ക് പോലും ജോലിയില്ലാത്ത ലേറ്റസ്റ്റ് സിറ്റുവേഷനാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. അതുപോലെ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിക്കാൻ വരുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവാണ് ഇപ്പോൾ രാജ്യത്ത് രേഖപ്പെടുത്തുന്നത്. യുകെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയൊരു ചേഞ്ച് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സൂചനകൾ തന്നെയാണ് ഗവൺമെന്റ് നൽകുന്നത്. അതിന് പ്രധാന കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം കുടിയേറ്റത്തിനെതിരാണ്. കുടിയേറ്റം കൂടുതൽ കർശനമാക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ നൽകുന്നത്. ചെറിയൊരു വിഭാഗം ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ കുടിയേറ്റം കുറയ്ക്കണമെന്ന അഭിപ്രായത്തിലോട്ട് എത്തുമ്പോഴാണ് കൂടുതൽ കർശനമായ നിയമങ്ങൾ പല വിസ കാറ്റഗറികളിലും കൊണ്ടുവന്ന് രാജ്യത്തെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കണമെന്ന തീരുമാനത്തിലോട്ട് ഗവൺമെന്റ് എത്തുന്നതും. PRM സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് കാലതാമസം എടുക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ കർശനമായ ക്രൈറ്റീരിയകൾ ഈ മേഖലയിൽ കൊണ്ടുവന്ന് യുകെയിൽ സ്ഥിരമായി നിൽക്കാനുള്ള പോസിബിലിറ്റീസ് എല്ലാം അനാകർഷകമാക്കി മാറ്റുന്ന രീതിയിലോട്ട് തന്നെയാണ് നിയമങ്ങൾ മാറുന്നതും. ധാരാളം അപ്ഡേറ്റുകളാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.